ഉള്ളിൽ അതായത് ഈ പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് ഇവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാനും ഇവരുടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്ത് അതിലൂടെ അടുത്ത തലമുറ ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള മാംസപിണ്ഡങ്ങളായിട്ടാണ് പെണ്ണുങ്ങളെ കാണുന്നത് ഇവർ. അങ്ങനെ ആണെങ്കിൽ എന്തിനാണ് പടച്ചവൻ ഈ പെണ്ണിന് ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധി, വിചാരം, വികാരം, ശക്തി, കഴിവ് എല്ലാം കൊടുത്തിട്ടുള്ളത്? എന്നാൽ പിന്നെ ആ ഒരു മെഷീനെ പോലെ പടച്ചവൻ സൃഷ്ടിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത്. നമ്മൾ ഇന്നൊരു വ്യക്തിയെ പച്ചയ്ക്ക് കത്തിച്ച് തിന്നാൻ പോവുകയാണ് ഗൈസ്. ഇവരെ പറ്റി വീഡിയോ ചെയ്യുന്നവർ ഇവർ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു കോണ്ടന്റ് യൂട്യൂബിൽ ഏറ്റവും അവസാനം ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കും. ഞാനിത് വിട്ടതാണ്, ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ച ഒരു സാധനമാണ്. പക്ഷെ ഇവർ നിരന്തരം ഇങ്ങനെ കുറെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇവരുടെ കുടുംബകാര്യമൊന്നും പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഞാൻ കൂടുതലും ഈ ഫാമിലി മാറ്റേഴ്സ് ഒഴിവാക്കി വിടാറാണ് പതിവ്. എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മളൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരു ഫാമിലി ടൈപ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് ഒരു ഓഡിയൻസ് ഉണ്ട്. നമുക്ക് സാധാരണ ഒരു വീഡിയോ കിട്ടുന്ന വ്യൂവർഷിപ്പിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് അതിനൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഫാമിലി കണ്ടന്റ് മാത്രം എടുത്ത് ചെയ്യുന്ന വീഡിയോ കുറെ ചാനലുകൾ, റിയാക്ഷൻ ചാനലുകളുണ്ട്. അവരൊക്കെ വ്യൂവർഷിപ്പ് നല്ല വ്യൂവർഷിപ്പാണ്. അത് കാണാൻ ആളുകൾക്ക് ത്വരയാണ്. അപ്പോൾ വ്യൂവർഷിപ്പ് കൂടും. നമുക്ക് ഈ വ്യൂവർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റ് അഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വിടാറില്ല. എന്നാൽ പോലും ഞാൻ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒഴിവാക്കി വിടാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വ്യൂവർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് നിർബന്ധിതനാകുകയാണ് ഇങ്ങനെയുള്ള കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇനി കം ടു ദ പോയിന്റ്. ഇത് സിലു ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഫാമിലി വ്ളോഗും അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് മോട്ടിവേഷനും പരിപാടിയൊക്കെയാണ് ഇവരുടെ ചാനലിനകത്ത് ഇവർ ഇടുന്ന വീഡിയോസ്. ഇവരെ പറ്റി ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരേ ഒരു വീഡിയോ. അത് ഇവർക്കെതിരെ ഒരു വ്യക്തി വന്നിട്ട് വളരെ മോശമായിട്ട് വീഡിയോ കോൾ ചെയ്ത്, ഒരു ഞരമ്പൻ വിളിച്ച ഒരു കോള്, അതിനെപ്പറ്റി ഇവരൊരു വീഡിയോ ചെയ്ത സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഇവരെ പറ്റി ഒരു തരത്തിലുള്ള വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു 4 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു. ഇനി മറച്ചു വെക്കുന്നില്ല, സെപ്പറേറ്റഡ് 100% സിലു ടോക്സ് 4 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. 1.5 മില്യൺ, ഏതാണ്ട് 15 ലക്ഷം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ പച്ചയ്ക്ക് കത്തിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ വീഡിയോ ചെയ്തു വരുന്നത്. ഇവർ സെപ്പറേറ്റഡ് ആണ്. അത് പറയാൻ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ പല വീഡിയോസിലും ഇത് പറയാതെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ കമന്റ്സ് ഇവരുടെ കമന്റ് സെക്ഷനിൽ വരാറുണ്ട്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഇവർ സെപ്പറേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് ഇവർ ഒരു വീഡിയോ ചെയ്തേക്കാണ്. ആ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇപ്പൊ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുറ്റം മുഴുവനും ഇത് ചോദ്യം ചെയ്ത കമന്റ് സെക്ഷനിലുള്ള വ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിനുമാണ്. അപ്പം ഇവരുടെ വീഡിയോ ഞാനൊന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത്, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. സോ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് സംസാരിക്കാൻ എനിക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരിത് കണ്ടന്റ് ആക്കല്ല് എന്ന് പറഞ്ഞ് ഇവരിതൊരു കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വ്യൂവേഴ്സിനെയും ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കണ്ടന്റ് ആക്കുന്ന ഒരു പ്രവണത ഇവരുടെ ചാനലിന്റെ ബാക്കി വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി. ഇതിന് ശേഷം അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്ത് അതാണ് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കിത് വെറുതെ അങ്ങ് ഇവർ പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും #, യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എന്താന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. സൽഹ എടുത്ത് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെയാണ് ഈ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഈ ഓഡിയൻസിലോട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തത്. 2, എവിടുന്നാണ് സ്പ്രെഡ് ചെയ്തത്? എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്? ഇത് എല്ലാം നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങളുടെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഓഡിയൻസ് പോയി ഗണിച്ച് കബഡി നിരത്തി കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ പല വീഡിയോസിലും പറയാതെ പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് റെഗുലറായിട്ട് ഫോളോ ചെയ്തു വരുന്ന ആളുകൾ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കും. അതിനെ ഒരിക്കലും കുറ്റം
കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നെങ്കിൽ പറഞ്ഞാൽ മതി, പ്രശ്നത്തോടെ തീർന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പറയാതിരിക്കാം. ഈ ഹിന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആളുകൾ ചോദ്യം വരും. അപ്പൊ പിന്നെ ചോദിക്കല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവർ ഇത് എന്തുകൊണ്ട് ഇത്രയും നാൾ പറയാതിരുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ പറയുന്നുണ്ട്, അതുകൂടെ ഞാനൊന്ന് വെക്കാം. അങ്ങനെ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഓരോ കുടുംബത്തിലൊക്കെ 5 പേരെയൊക്കെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്റ്റ്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത്. ഇവർക്കും ഇവരുടെ മക്കൾക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്ന നിങ്ങളും ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ കുറുവാ സംഘം മക്കളെ തലക്കടിച്ച് കൊല്ലും ഇങ്ങനെയൊക്കെ പറയേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് മക്കളുമായിട്ട് താമസിക്കുന്ന ആദ്യത്തെ വനിതയൊന്നുമല്ല താങ്കൾ. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ അങ്ങനെ താമസിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളെ ആർക്കെങ്കിലും അറ്റാക്ക് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാനോട് കൂടി ആരെങ്കിലും വരുവാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞിട്ട് അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട് എവിടെയാണ്, വീടിന്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെ റൂമുണ്ട്, എത്ര പേരുണ്ട്, ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് വിസിബിൾ ആണ്. അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡീറ്റെയിൽസ് തന്നെ ധാരാളമാണ്. അല്ലാതെ ഇതെല്ലാം കൂടെ എടുത്ത് യൂവേഴ്സിന്റെ തലയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കില്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല, തീർന്നോടെ പ്രശ്നം തീർന്നു. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ വാപ്പാനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല. ആളെക്കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരാൾ ഞാൻ മാത്രമായിരിക്കും. കാരണം ഞാനാണ് കൂടെ ജീവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആൾക്കാർ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഇടപഴകുകയോ ചെയ്യാത്തടത്തോളം കാലം അവരെ കുറ്റം പറയാനും അതേപോലെ എന്നെ കുറ്റം. എക്സാക്ട്ലി, നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട് കാര്യം. നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള വീഡിയോയിൽ പല രീതിയിലും ഇൻഡയറക്ട്ലി ഈ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കമന്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സൽഹയ്ക്ക് മാത്രമാണ്. അല്ലാതെ ചോദിക്കുന്ന വ്യൂവേഴ്സിന്റെ മണ്ടയിലോട്ട് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം നിങ്ങളുടെ തലയിലാണ് എന്നും പറഞ്ഞിടുന്നത് ശരിയാണോ സൽഹ? പറ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വീഡിയോ എടുത്തു വെച്ച് ചെയ്യുന്ന മറ്റു യൂട്യൂബേഴ്സ്, നിങ്ങൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ജനങ്ങളിലോട്ട് നിങ്ങളുടെ വീഡിയോസ് ത്രൂ ഇട്ട് കൊടുത്തു. ഇതിന്റെ ഒരു ആൻസർ നിങ്ങളുടെ ചാനലിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് അത് കോണ്ടന്റ് ആക്കുന്ന മറ്റ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങളുടെ സെയിം ഓഡിയൻസ് അത് പോയിരുന്ന് കാണും. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ചാനലുകളിൽ അവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും പറയുന്നത്. അത് ചിലപ്പം നിങ്ങളുടെ ലൈഫുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവും. സോ ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ പല വീഡിയോയുടെ ക്യാപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ്. ചിലപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു മാങ്ങാത്തൊലിയും കാണത്തുമില്ല. സോ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതെ മുൻപ് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ വരില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള ഹിന്റും കൊടുക്കാതെ ആളുകളെ മിസ്ലീഡ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ ചെയ്യണമായിരുന്നു. അത് പറ്റത്തില്ല. നിങ്ങൾക്ക് വ്യൂവർഷിപ്പും വേണം, ഈ ക്വസ്റ്റ്യനും കേൾക്കാനും പറ്റില്ല എന്ന് പറയുന്നത് അത് രണ്ടും കൂടെ പറ്റില്ല. ഇവിടെ ഞാൻ ആരെയും ഒന്നും കുറ്റപ്പെടുത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് കുറ്റപ്പെടുത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളെ ഓർത്ത് എന്നെ തുടർന്ന് ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ്? നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ തുടർന്ന് ജീവിക്കാൻ അനുവദിക്കുമെന്ന്. കാര്യം പ്രേക്ഷകരല്ല നിങ്ങളുടെ ജീവിതം പിടിച്ചു വെച്ചേക്കുന്നത്. ഫോണിലെ യൂട്യൂബിനകത്ത് നിങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർ നിങ്ങളോട് കണക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അവർ കാണത്തുള്ളൂ. അവരുടെ കയ്യിലല്ല നിങ്ങളുടെ ജീവിതത്തിന് താക്കോലപ്പോൾ ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ പിന്നെ പ്രേക്ഷകരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്തോ ചെയ്യുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ അടുത്തോ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമെന്ന്. വീഡിയോസ് ഇടണം, പണം ഉണ്ടാക്കണം, പ്രേക്ഷകരൊന്നും ചോദിക്കാനും പാടില്ല. അതെന്നാ പരിപാടിയാ?
കൊള്ളാലോ, അത് കണ്ടോണ്ടങ്ങ് പൊക്കോണം എന്നുള്ളതാണ്. എന്തെങ്കിലും പിന്നെ ഒരു കാര്യം കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്ക്, ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആണ്. അപ്പൊ പിന്നെ ചോദ്യങ്ങളൊന്നും വരില്ലല്ലോ. ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രേക്ഷകരിൽ നിന്നുള്ള ശല്യം ഒഴിവായി കിട്ടും. അത് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിന്റെ എൻഗേജ്മെന്റ് കുറയും. കമന്റ്സ് വന്നാലേ വീഡിയോസിന് എൻഗേജ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പിന്നെ റീച്ച് കുറയും. അത് പറ്റൂല. എൻ്റെ മേജർ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ്, പ്രൊമോഷൻസ്, ഇൻസ്റ്റാഗ്രാം, FB, യൂട്യൂബ് ഒക്കെ തന്നെയാണ്. അതല്ലാതെ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടൂ, ഡെയിലി 2-3 വീഡിയോ ഇടൂ എന്നൊക്കെ. കേട്ടല്ലോ, ഇവരുടെ മേജർ ഇൻകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പൊ യൂട്യൂബിന് ഇവരുടെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോയ്ക്കും ഒരു ആവറേജ് 2.5 ലാക്ക് വെച്ച് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം വെച്ച് കിട്ടുന്നുണ്ട്. 2 ലക്ഷം വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം എത്ര എമൗണ്ട് വരുമെന്ന് ഒരു യൂട്യൂബറായി എനിക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പൊ വളരെ അപൂർവമായിട്ടാണ് ഈ വീഡിയോസ് മില്യൺസ് അടിക്കുന്നത്. നിങ്ങളുടെ ചാനലാണ് കുറെ നാളിന് ശേഷം 1 മില്യൺ വ്യൂ ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് തന്നെ 1.5 മില്യൺ വ്യൂവർഷിപ്പ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പുറത്തിടാൻ പറ്റുമോ? പിന്നെ അതിന്റെ കൂടെ പ്രൊമോഷൻ. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ വെച്ച് തന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്, ഈ ഓഡിയൻസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഇൻകം ഓരോ യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും ഓഡിയൻസിനെയാണ് കുറ്റം പറയുന്നത്. ഈ ഓഡിയൻസ് കാരണമാണ് ഈ പറയുന്ന പൈസ എല്ലാം കിട്ടുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന പൈസ ഗതികെട്ട പൈസയാണെന്നാണ്. ഒന്ന് കേട്ടു നോക്ക്. അപ്പോഴാണ് ഒരുപാട് പേർക്ക് ഞാൻ പറ്റിക്കാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അതിങ്ങനെ നിരന്തരം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ പറയുന്നത് ഗതികെട്ട പൈസ എന്നാണ്. അത്രയും മോശമായ രീതിയിലാണ് പറയുന്നത്. എന്തിന് ഇത്രയും ഗതികെട്ട പൈസ ഉണ്ടാക്കാൻ നിൽക്കണം? എന്തിന്? സമാധാനമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഈ ഗതികെട്ട പൈസ അങ്ങ് വേണ്ടെന്ന് വെക്ക്, വീഡിയോ ഇടാതിരിക്കാം. പക്ഷെ അത് പറ്റില്ല ഗൈസ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങളും അതുപോലെ തന്നെ ഈ ഗതികേടും ഒരു ത്രാസിനകത്ത് വെച്ച് തൂക്കി നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഗതികെട്ട പൈസയുടെ വശം തന്നെ താന്നിരിക്കും. അപ്പൊ പിന്നെ അത് ആ ഗതികെട്ട പൈസ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഗതികെട്ടാണെങ്കിൽ ഉണ്ടാക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒടുവിൽ കുറ്റം ബാക്കിയുള്ളവർക്കും. ഇത് എന്താണ് സൽഹ? സീരിയസ്ലി മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, ഇത് ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കാണുന്നത് കൊണ്ട്, പിന്നെ യൂട്യൂബ് മുതലാളി അവിടുന്ന് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ ഇടുന്നതുകൊണ്ട് യൂട്യൂബ് മുതലാളി അവിടുന്ന് തരുന്ന പൈസയാണ്. അതിന് പോലും ഇവരുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നോ അല്ല സ്വത്തും ഇതാക്കി നമുക്ക് തരുന്ന പോലെ, ഞങ്ങൾ കണ്ടിട്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത്, ഞങ്ങളുടെ ചിലവിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞ് നിനക്ക് നീ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നോ, സത്യം പറയല്ലേ, ഇങ്ങനത്തെ റീച്ച് ആരെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കുമോ? ആ റീച്ചാണ് ഇപ്പം തൻ്റെ ചാനലിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ യൂട്യൂബ് മുതലാളി പൈസ തന്നിട്ടാണ് ഇവിടെ ഓരോ ക്രിയേറ്റേഴ്സിനും പൈസ കിട്ടുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. യൂട്യൂബ് ഓരോ കോണ്ടന്റ് ക്രിയേറ്ററിനും പൈസ കിട്ടുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഇടയിൽ വരുന്ന ആഡ് അത് യൂട്യൂബിന് പേ ചെയ്യുകയും ആ പേയ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഓരോ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അത് ഈ ഓഡിയൻസ് കണ്ടിട്ട് തന്നെയാണ് കിട്ടുന്നത്. അല്ല യൂട്യൂബ് മുതലാളി വെറുതെ നമ്മൾ വീഡിയോ ഇട്ടതിന്റെ പേരിൽ നിന്ന് കിട്ടുന്ന തരുന്നൊന്നും അല്ല. അതുപോലെ തന്നെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആളുകളുണ്ട്. അവരും വീഡിയോ കാണുമ്പോൾ അവർ യൂട്യൂബിന് കൊടുക്കുന്ന ഒരു ഇൻകത്തിന്റെ ഒരു ഷെയർ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇവരുടെ പൈസ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അവര് നമ്മുടെ വീഡിയോയിൽ എത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ഒരു ആഡ് കാണാൻ വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നോ, അതാണ് ഒരു ഇൻകം ആയിട്ട് കൺവേർട്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അല്ല യൂട്യൂബ് മുതലാളി കൃഷി ചെയ്തുണ്ടാക്കിയ പൈസയൊന്നും അല്ല. മുതലാളിക്ക് എന്ത് ഭ്രാന്താണോ നമുക്ക് വെറുതെ പൈസ തരാൻ? ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം സൽഹ വേറൊരു വീഡിയോ ഇട്ടു. ദാണ്ടെ പച്ചയ്ക്ക് കത്തിച്ച് തിന്നാൻ തുടങ്ങി, ഇപ്പോ സമാധാനമായില്ലേ, ഇനി എന്തൊക്കെ കേൾക്കണം, സിലുടോക്സ് എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ആര് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കുറെ ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തു, അവരുടെ ഒപ്പീനിയൻ പറയുന്നു. അതിനാണ് ഈ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് തുടക്കത്തിൽ സൽഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനതൊന്ന് വെക്കാതെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമന്റ് ഇടുക എന്നാണ് പറയുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് കഴിയുമ്പോൾ പറയുന്ന വേറെ ഡയലോഗ് ഉണ്ട്, അതുകൂടെ ഒന്ന് വെക്കാം. 3 മാസം മുമ്പ് തൊട്ടേ എൻ്റെ വീഡിയോയിൽ കാണാതെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങി. കമന്റ് ഇട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും വലുതാക്കിയത്. ഞാനിത് ആരെയും അറിയിക്കാതെ പുറത്ത് കൊണ്ട് വരാതെ അത്രയും സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. കമന്റ് ഇടണമെന്നും പറയുന്ന ഇവരാണ്. ഇപ്പൊ കമന്റ് ഇട്ട് ഇത്രയും വലുതാക്കി എന്നും പറയുന്ന ഇവരാണ്. ഇവര് പറഞ്ഞിട്ടല്ലേ ആളുകൾ കമന്റ് ഇടുന്നത്. ഇപ്പൊ ഈ കമന്റ് ഇട്ട ആൾക്കാർക്കാണ് കുറ്റം. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്, അത്
പ്രേക്ഷകർ കമന്റ് ഇട്ട് ചോദിച്ചത് കൊണ്ടാണ് അതിപ്പോൾ പുറത്ത് വന്നതെന്ന്. ഇവർ വളരെ സീക്രട്ട് ആയിട്ട് വെച്ച ഒരു കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുട്ടികളുടെ വാപ്പാനെ കളഞ്ഞിട്ട് പോയോ, അല്ലെങ്കിൽ എനിക്ക് പൈസ ഒരുപാട് വന്നത് കൊണ്ട് ചന്തം പിടിക്കാനായിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയോ എന്നുള്ള പോലെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അതിനെന്താ പറയുന്നത് വെച്ചാൽ, ഒന്നാമത്തത് ഞാൻ ആരെങ്കിലും കളഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് വീട് മാറി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറേ ആൾക്കാരാണ് കുറേ കാര്യങ്ങൾ അതിലേക്ക് ഊഹിച്ച് കയറ്റുന്നത്. ഒന്നാമത്തത്, മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം പ്രൈവറ്റാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ്സിനെ മാനിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഇഷ്ടപ്പെടാത്തതും. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഏതുവരെ പ്രൈവറ്റായിട്ട് വെക്കണം തോന്നണോ അത്രയും ദിവസം വെക്കുന്നതല്ലേ നല്ലത്. അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ആരാ പറഞ്ഞത് കുട്ടികളുടെ വാപ്പാക്ക് വരുമാനം ഇല്ല, പൈസ ഇല്ലാതുള്ളത്? നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേരിലുള്ള ഷോപ്പുകളും പിന്നെ ആളുടെ പേരിലുള്ള ഷോപ്പും പിന്നെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റോളിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട്. അതായത് ഡെയിലി ഒരു 10-15,000 രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദീർഘവീക്ഷണത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള, അതായത് ഒന്നാമത്തെ 5 പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എപ്പോഴും ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. സോ എൻ്റെ പാർട്ട്ണർക്ക് നല്ലൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ്. എനിക്കും അതൊന്ന് എന്താ പറയുക, ഷെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ ഇൻകം ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഷോപ്പുകളാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഈ വരുന്ന ഇൻകമൊക്കെ, വരുമാനമൊക്കെ എങ്ങോട്ടാണ് പോണത്, എവിടെയാണ് പോണത് എന്നുള്ളത് എനിക്കറിയില്ല. ഡെയിലി ഒരു 15,000 രൂപയോളമാണ് വരുമാനം. എൻ്റെ പേരിലുള്ള ഷോപ്പിൻ്റെയും ആളുടെ പേരിലുള്ള ഷോപ്പിൻ്റെയും പിന്നെ 3 കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റോളിൻ്റെ, പിന്നെ 4 കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത എൻ്റെ ഫർണിച്ചർ ഷോപ്പിൻ്റെ, അങ്ങനെ കുറേ ഇൻകം ഉണ്ടോ. അതുകൊണ്ട് പൈസ ഇല്ലാതിട്ട് അയ്യോ പാവം ആ ഇക്കാനെ വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട. നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആൾക്ക് സ്വതവേ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഇതാണോ സീക്രട്ട് ആയിട്ട് വെച്ച കാര്യം? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പ്രേക്ഷകരിലോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ആരാണ്? സൽഹ തന്നെ അല്ലേ? എന്നിട്ട് പ്രേക്ഷകരെയോ അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ ഈ 2 വള്ളത്തിലൂടെ കാലി ഇട്ടിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ മൊത്തം ബാക്കിയുള്ളവരുടെ മുകളിലോട്ട് ഇട്ട് അവരെ ബ്ലെയിം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതുവരെ മുമ്പിട്ട വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യമല്ല. അതുപോലെ തന്നെ ഒരു ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ വെക്കാം, അതോടെ ഒന്ന് കേട്ട് വെക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാർ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ കടമയാണ്. കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ ഭരണമാണ്. അങ്ങോട്ട് ഭരണം നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനമാക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ച് തന്നത്. അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരെയോ മകനക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത്. മരുമോനെ കണ്ടിട്ടല്ല തരുന്നത്. മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോളുള്ള ബന്ധമുള്ളൂ. അവൻ എൻ്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ച് നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവർ കുറേ കാലം തിന്നാൻ കൊടുക്കത്ര, എന്നിട്ട് അതിന് കണക്ക് പറയത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ, ഞാൻ ഉൾപ്പെടെ ആ ടൈപ്പ് തന്നെയാണ്. മോട്ടിവേഷനാണ്. സ്വന്തം ജീവിതം വെച്ച് തന്നെയാണ് മോട്ടിവേഷൻ പറയുന്നത്. സ്വന്തം കല്യാണത്തിന് തന്റെ വാപ്പ കൊടുത്ത സ്വർണം ഒരു തരി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ, ഈ മോട്ടിവേഷൻ മൊത്തം ഇവിടെ പറയുന്നത്. അത് സ്വന്തം ജീവിതം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം ജീവിതം കോണ്ടന്റ് ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനെ ഒരു രീതിയിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ രണ്ടാമതിട്ട വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, കുറെ റിയാക്ഷൻ വീഡിയോ ആൾക്കാരെടുത്ത് വെച്ചിട്ട് തന്റെ കുട്ടികളെ മോശം പറഞ്ഞു അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ജനിച്ച മക്കളെ വെച്ചുകൊണ്ട് പറയുന്നത്?
പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്, എങ്കിലും ഞാനിപ്പോൾ പറയാണ്. 5 മക്കളുള്ളവർ ജീവിതകാലം മുഴുക്കം ഒരു സെക്കൻഡ് പോലും വിടാതെ ലൈഫ് ലോങ് ഒരു 50,000 പ്രാവശ്യം ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട പോലെയും, ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയുള്ളവർ ആകെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം മാത്രം ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട പോലെയാണ് ഓരോരുത്തരുടെ കമൻറ്റും ഓരോരുത്തരുടെ അവലോകനങ്ങളും വരുന്നത്. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങളൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാനും വേണ്ടി മാത്രം ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരു അവലോകനം ഉണ്ടാക്കിയെന്ന് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാമിലി വീഡിയോസ് മാത്രം കോണ്ടന്റ് ആക്കിക്കൊണ്ട് ചെയ്യുന്ന കുറെ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട്. ചിലരൊക്കെ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാര്യം വെറും തോന്നിവാസം പറഞ്ഞ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന നമ്മളെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വന്നിരുന്നിട്ട് അവരാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന ആടെ പേര് എടുത്തു വെച്ചിട്ട് ഇവൻ എന്നെ പറ്റി ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു അങ്ങനെ പറ. അല്ലാതെ ഇത് മൊത്തത്തോടെ അങ്ങ് പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ല, അത് ശരിയായിട്ടുള്ള നടപടിയല്ല. നിങ്ങൾ അത്യാവശ്യം ഒരു തന്നെയുള്ള ലീഡ് ആയിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ളവന്മാരുടെ പേര് പറഞ്ഞ് നിനക്കൊക്കെ എന്താടാ ചൊറിച്ചില്ലെന്ന് ചോദിക്കാനുള്ള തൻ്റെ കൂടെ കാണിക്കണം. സോ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല ഗൈസ്. ഇവരുടെ കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഡിവോഴ്സ് ആയെന്നോ അതിന്റെ പുറകിൽ പിടിച്ചു പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സാധനം ചെയ്യണ്ടാന്നേ വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ ഏറ്റവും അവസാനം ഇവരുടെ വീഡിയോ ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കാം. ബട്ട് മൊത്തത്തിൽ ഇവരങ്ങ് അടിച്ചാക്ഷേപിച്ച് വ്യൂവേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനെയും ഒക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. അതിന്റെ പേര് മാത്രം എടുത്ത് ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ വന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ കാണണമെങ്കിൽ താണ്ടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ശരി, വേറെ വീഡിയോ വരാം.